ഹായ് കൂട്ടുകാരെ, ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്ന പഴമക്കാർക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു അച്ചാറാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വടുകപ്പുളി അച്ചാർ. ഇതിന് വടുകപ്പുളി എന്നും വലിയ നാരങ്ങ എന്നും കറി നാരങ്ങ എന്നും പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇപ്പം നമ്മുടെ വടുകപ്പുളി നാരങ്ങ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതെന്താന്ന്, ഇതിന് ഭയങ്കര പുളിയാണ് ഈ നാരങ്ങയ്ക്ക്. അപ്പോൾ ഇത് തോല് ചെത്തിക്കളഞ്ഞിട്ടാണ് ഞാൻ അരിഞ്ഞത്. അപ്പോൾ കയ്പുണ്ടാവുകയില്ല. എന്നാൽ ഈ പുളി ഒത്തിരി ഉള്ളതുകൊണ്ട് നമുക്ക് ഉപ്പിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഉപ്പിട്ട് മിക്സ് ചെയ്യാവേ. അപ്പോൾ നമുക്ക് നാരങ്ങ അച്ചാർ, വടുകംപുളി അച്ചാർ ഉണ്ടാക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓൺ ആക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഏതെണ്ണ ഉപയോഗിച്ചാലും അവരവർക്കുള്ള ടേസ്റ്റ് എന്താണോ അതുപോലെ ഉപയോഗിക്കാം. ഞാൻ നല്ലെണ്ണയാണ്, അച്ചാറിന് നല്ലെണ്ണയാണ് കുറച്ചുകൂടി നല്ലതെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. കടുക് ഇട്ട് കൊടുക്കാം. അച്ചാറിന് കുറച്ച് കൂടുതൽ കടുക് ഇടണം. കടുക് ഇട്ട് കൊടുക്കാവേ. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാവേ. കുറച്ച് കരുവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാവേ. ഇതൊന്ന് ചെറുതായിട്ട് ചുമന്ന് വരണം, എന്നിട്ട് പൊടികൾ ഇടാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം നന്നായിട്ടൊന്ന് ചുമന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ. പൊടികളെല്ലാം ഇടുമ്പം സ്റ്റൗവിൻ്റെ തീ കുറച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അതിലേക്ക് ഞാനിപ്പോൾ 2 സ്പൂണ് കാശ്മീരി മുളകും 1 സ്പൂണ് എരിവുള്ള മുളകും മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ച് തണുത്ത വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. ഇതിലേക്ക് ഒരു അല്പം ശർക്കര കൂടെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്താന്ന്, ഈ നാരങ്ങ ഭയങ്കര പുളിയാണല്ലോ, അതൊന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയാണ്. ശർക്കരയോ പഞ്ചസാരയോ ഏത് വേണേലും ഇടാം. ഒത്തിരി പുളി ഇഷ്ടമുള്ളവർ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിലേക്ക് ഒരല്പം വിനീഗർ ഒഴിച്ചു കൊടുക്കാവേ. ഇത് ആപ്പിൾ സിട്രിക്കാണ്. ഞാൻ 1 സ്പൂൺ വിനീഗറേ ഒഴിച്ചിട്ടുള്ളൂ. ഒത്തിരി ആയാലും അത് നമുക്ക് നല്ലതല്ലല്ലോ. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ. ഇപ്പോൾ നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉപ്പ് വിരവി വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. ഗ്യാസ് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമുക്കിതിനെ ഒന്ന് ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് നമുക്കിതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചോ വഴറ്റിയെടുക്കുന്ന പോലെയോ ആക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ലാസ്റ്റായിട്ട് ഇതിൽ നമുക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പൊടി ആയതുകൊണ്ടാണ് ഇത് ലാസ്റ്റ് ചേർക്കുന്നത്. കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം അതിലേക്ക് വരും. ഇപ്പോൾ നമ്മുടെ വടുകംപുളി അച്ചാർ കറക്റ്റായിട്ടുണ്ട്. എല്ലാ കാര്യം ശരിയായി, ചേരുവകളെല്ലാം ചേർത്തിട്ടുണ്ട്. ഈ അച്ചാർ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് കഴിച്ചിട്ട് എന്താണ് അഭിപ്രായം എന്ന് ഞങ്ങൾ അറിയിക്കുകയും വേണം കേട്ടോ.